അത് നേരെ ചൊവ്വെ കൊണ്ടുപോകാൻ നോക്കി, അത് നടന്നില്ല, അത് പൊട്ടി. അത് കഴിഞ്ഞിട്ട് ഡിവോഴ്സ് നേരെ ചൊവ്വെ കൊണ്ടുപോകാൻ നോക്കിയപ്പോൾ അതും നടന്നില്ല. അപ്പോഴാണ് മെന്റൽ ഹെൽത്ത് നേരെ ചൊവ്വെ കൊണ്ടുപോകാൻ നോക്കിയപ്പോൾ ട്രീറ്റ്മെന്റ് തന്നു. ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, ഒരു ലൈഫിൽ ഇത്രയും എക്സ്പീരിയൻസസ് വേറെ ആർക്ക് കിട്ടും? 10 പേരോട് ചോദിച്ചാൽ ഈ ഒരു കഥ ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് തന്നെ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു. അർച്ചന കവി. അപ്പൊ ഇവർ ഈ പേര് പറഞ്ഞതിനേക്കാളും കൂടുതൽ ആൾക്കാർക്ക് അറിയണമെന്ന് പറഞ്ഞാൽ നീലത്താമര എന്ന് പറഞ്ഞ പടത്തിനകത്ത് നടിയാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും. കാര്യം ആ ഒരു പടം അത്രയ്ക്കും നമ്മുടെ എല്ലാവരെയും ഹൃദയത്തിനകത്ത് കയറിയ ഒരു പടമാണ്. അതിനകത്ത് നടിയും അതേപോലെ തന്നെ ആ പടവും. അപ്പൊ പിന്നെ അതിനകത്ത് പാട്ടൊക്കെ ഉണ്ടല്ലോ, അനുരാഗ വിലോചനായി. അപ്പൊ ആ ഒരു ഇത്, അപ്പൊ ആ പുള്ളിക്കാരി കുറെ നാളുകളായിട്ട് പുള്ളിക്കാരനെ കാണാനുണ്ടായില്ല. അതായത് സിനിമേനകത്താണെങ്കിലും അങ്ങനെ കാണാനുണ്ടായില്ല. പക്ഷേ പുള്ളിക്കാരിയുടെ യൂട്യൂബ് ചാനലൊക്കെ വെച്ചിട്ട് പുള്ളിക്കാരി അത്യാവശ്യം ആക്റ്റീവ് ആയിരുന്നു. പക്ഷെ എന്നാലും ഒരു സിനിമ രംഗത്തേക്ക് നോക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരനെ അധികം കാണാനുണ്ടായില്ല. അപ്പൊ അതിന്റെ ഒരു കാരണം മെയിൻ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2016 പുള്ളിക്കാരിയുടെ കല്യാണം കഴിഞ്ഞത്. അപ്പൊ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുത്ത് അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് മിക്ക നടിമാരും പോകുന്ന പോലെ തന്നെ പുള്ളിക്കാരി അഭിനയം നിർത്തി എന്നുള്ളൊരു ഇതിനകത്ത് പോയി. പിന്നെ 2021 പുള്ളിക്കാരി ഡിവോഴ്സ് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴാണ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞ പടത്തിനകത്ത് കൂടെ പുള്ളിക്കാരി ഒരു കംബാക്ക് എന്നൊക്കെ പറഞ്ഞ് വന്നത്. അപ്പൊ ഈ അടുത്ത് ഇപ്പൊ ഈ ഐഡന്റിറ്റിയുടെ തന്നെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പുള്ളിക്കാരി ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇന്റർവ്യൂവിനകത്ത് പുള്ളിക്കാരിയുടെ ലൈഫ് എങ്ങനെയാണ് പോയത്, അതേപോലെ ഇപ്പൊ പലരും കരഞ്ഞ് വിളിച്ചൊക്കെ പറയേണ്ട കാര്യങ്ങൾ പുള്ളിക്കാരി എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നൊക്കെ നമുക്കൊന്ന് കണ്ടുനോക്കാം. ബാക്കി പറയാം. കുറെ നാൾക്ക് ഇടവേളയ്ക്ക് ശേഷമാണ് പുതിയ മൂവിയിലേക്ക് വരുന്നത്. ഓക്കെ, എന്തായിരുന്നു അത്രയും ആ ടൈം എടുക്കാൻ കാരണം? എന്റെ പൊന്നിഷ്ടം ഇയാള് പറഞ്ഞാണ്, വീണ്ടും പറയണോ? ഒരു എന്തായിരുന്നു ഫസ്റ്റ് എന്താ പറഞ്ഞേ, ആ വെഡിങ്, അത് നേരെ ചൊവ്വെ കൊണ്ടുപോകാൻ നോക്കി, അത് നടന്നില്ല, അത് പൊട്ടി. അത് കഴിഞ്ഞിട്ട് ഡിവോഴ്സ് നേരെ ചൊവ്വെ കൊണ്ടുപോകാൻ നോക്കിയപ്പോൾ അതും നടന്നില്ല. അപ്പോഴാണ് മെന്റൽ ഹെൽത്ത് നേരെ ചൊവ്വെ കൊണ്ടുപോകാൻ നോക്കിയപ്പോൾ ട്രീറ്റ്മെന്റ് തന്നു. ട്രീറ്റ്മെന്റ് നേരെ ചൊവ്വെ പോയി. ഒരു ഡിപ്രഷന്റെ ഒരു കഥ തന്നെയാണ് പുള്ളിക്കാരി പറയുന്നത്. അത് അത്രയ്ക്കും ഡിപ്രസിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പുള്ളിക്കാരി ഇത്രയും പോസിറ്റീവായിട്ട് പറയുന്നത്. അതെന്തായാലും വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കാര്യം ഇപ്പൊ പലരും ഇപ്പൊ ഇങ്ങനത്തെ കാര്യം പറയുമ്പോഴത്തേക്കും കണ്ടിട്ടുണ്ട്, ഇന്റർവ്യൂവിനകത്തൊക്കെ ഇരുന്നെങ്കിൽ ഇമോഷണൽ ആയി പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അതിപ്പോ ഓരോരുത്തരും ഓരോ രീതിക്കാണ്. പുള്ളിക്കാരി അത് ഹാൻഡിൽ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഇമോഷണൽ ആയിട്ട് പറഞ്ഞാലും വേദം പുള്ളിക്കാരി അത് അങ്ങോട്ട് ഓപ്പൺ ആയിട്ട് അങ്ങ് ഒരു കോമഡി രീതിക്കാണ് പറയണേണ്. പക്ഷെ പറയുമ്പോഴും നിങ്ങൾ ആലോചിക്കണം, ആ ഓരോ കാര്യങ്ങളും ഇപ്പൊ കല്യാണം പൊട്ടി എന്ന് പുള്ളിക്കാരി പറയുമ്പോഴും അത് അത്രയും വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഓരോന്നും പുള്ളിക്കാരി പറയുന്നത്. അപ്പൊ അത് അത്രയും പോസിറ്റീവായിട്ട് പറയാൻ തന്നെ വലിയ കാര്യം തന്നെ. അല്ല, ഇത്രയും ഈസി ആയിട്ട് പറയാം ഇങ്ങനെ സാധാരണ നമ്മളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ സ്റ്റോറീസ് ഒക്കെ പറയുമ്പോൾ തന്നെ നമുക്കതൊരു പല ആൾക്കാരും പല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ചേച്ചി ഇങ്ങനെ പറയുന്ന സ്റ്റൈല് ഭയങ്കര അടിപൊളിയാണ്. അത് വെരി സ്ട്രോങ്. ഞാൻ സ്ട്രോങ് ഒന്നും അല്ല. ഇല്ല, നമുക്ക് സ്ട്രെങ്ത്, നമുക്ക് എന്തെങ്കിലും ഇമോഷൻ ഫീൽ ചെയ്യാനുള്ള ഒരു ബുദ്ധി വേണം. അതിന്റെ താഴെയാവുമ്പം നമ്മള് ചില്ലാണ്, എന്ത് നടന്നാലും ഓക്കെ. പുള്ളിക്കാരി അപ്പൊ ആ പറഞ്ഞത് ഞാനും പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഇപ്പൊ നമ്മൾ സ്ട്രോങ് ആണെന്ന് ബാക്കിയുള്ളവരെ നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നും ഇവര് സ്ട്രോങ് ആണല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ അവരുടെ ഉള്ളിലേക്ക് അവരെ ഏറ്റവും അത്രയും വൾണറബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആവാം അവര്. പക്ഷെ അവരൊരു ഒരു സാധനം, ഒരു ഷീൽഡ് വെച്ചിട്ടുണ്ടാവും. ഞാൻ സ്ട്രോങ് ആണ്, ബോൾഡ് ആണ് എന്നുള്ള ഒരു ഷീൽഡ് വെച്ചിട്ടുണ്ടാവും. ആ ഒരു ഷീൽഡ് ആയിരിക്കും നമ്മൾ കാണുന്നത്. അതിന്റെ ഉള്ളിലുള്ള അവരെങ്ങനെയാണെന്നുള്ളത് അവര് പുറത്ത് പറയാത്തടത്തോളം കാലം നമുക്ക് ആർക്കും അറിഞ്ഞൂടാ. അപ്പൊ പുള്ളിക്കാരി ഓപ്പൺ ആയിട്ട് പറയണത് ഞാൻ സ്ട്രോങ് ഒന്നും അല്ലാന്നുള്ള രീതിക്ക് ഓപ്പൺ ആയിട്ട് അങ്ങ് പറയണേ. ഐ എം നോട്ട് ബോൾഡ് അറ്റ് ഓൾ. എനിക്ക് ഈ ബോൾഡിന്റെ ടാഗ് കിട്ടുന്നത് തന്നെ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ബട്ട് ഐ എം ജസ്റ്റ് സേയിങ് ദിസ് ഇസ് ലൈഫ്. ആൻഡ് ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, ഒരു ലൈഫിൽ ഇത്രയും എക്സ്പീരിയൻസസ് വേറെ ആർക്ക് കിട്ടും? 10 പേരോട് ചോദിച്ചാൽ ഈ ഒരു കഥ ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് തന്നെ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഐ തിങ്ക് ഐ എം ലക്കി. പുള്ളിക്കാരി ബോൾഡ് ആണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും ബോൾഡ് ആണ്, അതേപോലെ സ്ട്രോങ് ആണെന്ന് തന്നെ പറയും. കാര്യം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ടല്ലോ. അതായത് ഇത്രയും ലൈഫ് എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. പലരും പറയണ ഞങ്ങളുടെ ലൈഫിനകത്ത് ഏറ്റവും ശോകം നിറഞ്ഞ ഏറ്റവും ദുരന്തം പിടിച്ച അവസ്ഥകൾ പറയുമ്പോഴേക്കും ചിലർ ഇതൊക്കെ പറയുന്നത്. പക്ഷെ പുള്ളിക്കാരി എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടാണ് പറയുന്നത്. അത് അങ്ങനെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ലൈഫിനകത്ത് ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളെയും നമ്മളൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് കുറേ കൂടെ എക്സൈറ്റിംഗ് ആവും ലൈഫ് എന്നുള്ള ഒരു സംഭവമാണ് പുള്ളിക്കാരി ഇതിലൂടെ പറയാൻ ശ്രമിച്ചത്. കാരണം ഫാമിലിയിലേക്ക് വരികയാണെങ്കിൽ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ ആയിരുന്നു മാരേജ് ചെയ്തത്. സീരിയസ് ആയിട്ട് കേട്ടോ. അപ്പം ശരിക്കും എന്താണ് ആ ഒരു
ഇത് അപ്പുറത്തെ അമ്മച്ചി ലൈക്ക് വീട്ടിലത്തെ അമ്മച്ചി വന്ന് എന്താണ് നല്ല കൊച്ചായിരുന്നല്ലോ എന്തൊക്കെയല്ലേ അത് അങ്ങനെ ചോദിക്കുന്ന പോലെ ആയിപ്പോയല്ലോ. ഓക്കെ, അത് പിന്നെ അങ്ങനെയാണല്ലോ. ഒരു ഇന്റർവ്യൂവിന് വന്നിരിക്കുമ്പോഴത്തേക്ക് ഒരു ഇത്തിരി എരിവും പുളിയും മസാലയൊക്കെ ഉണ്ടെങ്കിൽ അല്ല ഈ ഇന്റർവ്യൂ ഒന്ന് ഓടുകയുള്ളൂ, അങ്ങനെ പടത്തിന് പ്രൊമോഷനും കിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്റർവ്യൂവർ ചോദിച്ചതാണ്, എല്ലാവരോടും ചോദിക്കുന്ന സാധനമല്ലേ. ഇപ്പൊ ഇങ്ങനെ ഡിവോഴ്സ് ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് എന്തുകൊണ്ടാണോ എന്നാലും ഡിവോഴ്സ് ആയത്, നല്ലൊരു ചെക്കനാണെന്നല്ല, പിന്നെ മോക്കടെ പ്രശ്നമായിരുന്നോ അല്ലെങ്കിൽ ചെക്കന്റെ പ്രശ്നമായിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കൊച്ചുണ്ടായില്ലെങ്കിൽ മോക്കാണോ പ്രശ്നം അല്ലെങ്കിൽ മറ്റേ ചെക്കനാണോ പ്രശ്നം എന്നൊക്കെ ചോദിക്കില്ലേ, അതേപോലത്തെ കാര്യമാണ് ഇത് തന്നെ. അപ്പൊ ഇന്റർവ്യൂവർ ഒന്ന് ഇട്ട് നോക്കണാണ്. അപ്പൊ എന്താണ് അതിന് മറുപടി പറഞ്ഞതെന്ന് കേട്ടു. അറിഞ്ഞേ പറ്റൂ. സോ എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഹൗ ഓണസ്റ്റ് ഷുഡ് ഐ ബി? You tell me. This is where you have to step in. So എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരുന്നു, സ്കൂൾ അല്ല, ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷേ മാരേജ് ഇസ് ഡിഫറെന്റ്, റൈറ്റ്? നമ്മള് ഇപ്പൊ ഞാൻ തന്നെ ഗോപികയുടെ കൂടെ നല്ല നല്ല കണക്ഷൻ ആണെന്ന് പറഞ്ഞില്ല. നമ്മള് ചിലപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇവളെ എടുത്തിട്ട് എറിയായിരിക്കും, അല്ലെങ്കിൽ ഇവളെ തന്നെ എടുത്തിട്ട് എറിയായിരിക്കും. ബിക്കോസ് വെൻ വി സ്റ്റാർട്ട് ലിവിങ് അണ്ടർ ദ റൂഫ് ഇസ് വെൻ വി actually get to know a person. I don't think Abhish is a bad human being. I don't think I'm a bad human being. It's just that we should have been friends. വേറെ ഒന്നും അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പാടില്ലായിരുന്നു, അത്രേ. ഓക്കെ, പുള്ളിക്കാരി ആ പറഞ്ഞതൊന്ന് നമ്മളെല്ലാവരും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ കൂടെ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പൊ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആരുടെ കൂടെ ആണെങ്കിലോ നമ്മൾ നിൽക്കുമ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും, ഇവരെ പറ്റി എനിക്ക് എല്ലാം അറിയാം എന്നുള്ളൊരു ചിന്ത എല്ലാം നമ്മുടെ തലയിൽ വരും. പക്ഷേ അവരുടെ കൂടെ നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മൾ അറിയുള്ളൂ ഇവരെങ്ങനെ കിടന്ന ഒരാളാണ്, ഇവർ ശരിക്കും എന്താണ്, അതായത് ഇവര് പുറത്തി കാണിക്കുന്നതാണോ റിയൽ ഇവര് എന്നൊക്കെ നമ്മൾ അവരുടെ കൂടെ 24 മണിക്കൂറും ജീവിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ മാത്രമല്ല, നമ്മുടെ ലൈഫ് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ നമുക്ക്. കാര്യം ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും റിയൽ ആവും. അപ്പൊ ആ ഒരു റിയൽ ഫേസിനെ കണ്ടിട്ട് വേണം നമ്മൾ അവരുടെ ജീവിക്കാൻ. അല്ലാണ്ട് നമ്മൾ ആദ്യം തന്നെ ഇപ്പൊ ഫ്രണ്ടാണ്, നല്ല കമ്പനിയാണ്, എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് അങ്ങ് ജീവിക്കാന്ന് പറഞ്ഞ് ചാടിക്കറി കെട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെയൊക്കെ ആവും അവസ്ഥ. ചേച്ചി തന്നെ പറഞ്ഞല്ലോ, നേരെ കെട്ടിപ്പോയി കൊച്ചെ, ഇനി മോശമല്ലേ, അവന്റെ പെണ്ണിരുന്ന് കേൾക്കുന്നില്ല ഇത്, അവളെങ്കിലും കുറിച്ച് ചോദിക്കാം, അവൻ ഇനിയും കെട്ടാൻ പറ്റില്ല. അപ്പൊ പുള്ളിക്കാരി പിന്നെ എടുത്തെടുത്ത് ഈ ആങ്കർ ചോദിച്ചോണ്ടിരിക്കണാണ്, അതായത് എന്നാലും എന്തിനാ പോയത്, നിങ്ങൾ ഇട്ടിട്ട് പോകാനുണ്ടായ കാരണം എന്താണ്, കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഡിവോഴ്സ് ചെയ്യാന്ന് പറഞ്ഞത്, ആരാണ് പറഞ്ഞത്, ചെക്കനാണോ പറഞ്ഞത് അല്ലെങ്കിൽ താനാണോ പറഞ്ഞത് എന്നിങ്ങനെ എടുത്തെടുത്ത് ചോദിച്ചോണ്ടിരിക്കണേ. അല്ല, ചേച്ചി ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഒരുപാട് ഇതിനെപ്പറ്റി ഒരുപാട് കോൺട്രവേഴ്സീസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, ലൈക്ക് എന്താണ് അസുഖം കാരണം അങ്ങനെ അങ്ങനെയൊന്നും അല്ല. അല്ല ചേച്ചി അതിനെ കുറിച്ചൊക്കെ എങ്ങനെ റിയാക്ട് ചെയ്യും അതിനെ കുറിച്ച് കേൾക്കുമ്പോഴത്തേക്ക്? ഞാൻ അപ്പൊ തന്നെ റിയാക്ട് ചെയ്യും, എന്തോ ഞാൻ പറഞ്ഞായിരുന്നു. ബിക്കോസ് എനിക്ക് ഞാൻ അത് പറഞ്ഞു, ബിക്കോസ് അനാവശ്യമായിട്ട് വേറെ ഒരു വ്യക്തിനെ കുറിച്ച് പറയുന്നത് എനിക്ക് ഇഷ്ടമില്ല. ഓക്കെ, അപ്പൊ മുന്നേ ഒരു കോൺട്രവേഴ്സി നടന്നിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ആങ്കർ പിന്നെ ആ ഒരു കോൺട്രവേഴ്സിനെ വലിച്ചിടാൻ നോക്കണേ ഇതിനകത്തേക്ക്. ജസ്റ്റ് ആങ്കർ എന്റെ പേഴ്സണൽ സ്പേസ് ആണ്. എന്താ റീസൺ? ഞാൻ അത് ഒരിക്കലും ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് പറയാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയല്ല. രണ്ടുപേര് എന്തോ കാരണം കൊണ്ട് വർക്കായില്ല, അത് സെപ്പറേറ്റ് ആയി. ആൻഡ് ഐ തിങ്ക് ഐ ഹാഡ് ദ most decent, most graceful divorce. Marriage maybe not. I had the best wedding, I had the best divorce. So I take it as a pride, because there was നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തയൊന്നും പറയാൻ പോയിട്ടില്ല, പബ്ലിക്ലി ഒന്നും ഇൻസൾട്ട് ഒന്നും ചെയ്തിട്ടില്ല. We just went separate ways. He is happily married now, so let's congratulate him on today. Abhish, I hope you have a wonderful marriage, and yeah, that's it. We have only one life. Why should we complicate things? Just that. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ ഡിവോഴ്സ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മൾ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ലൈഫ് നമുക്ക് ഒരാളുടെ കൂടെ നമ്മൾ ഡിസിഷൻ എടുത്ത് ഇയാളുടെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അയാളുടെ കൂടെ ജീവിച്ച് വരുമ്പോഴാണ് ഒരു സമയം കഴിയുമ്പോഴത്തേക്കും നമുക്ക് അയാളെ പറ്റൂല എന്ന് തോന്നുമ്പോഴത്തേക്കും പലരും ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് കല്യാണം കഴിഞ്ഞുകൊണ്ട് തന്നെ ഇനി ജീവിതകാലം മൊത്തം ഇയാളെ സഹിച്ചേക്കാന്ന് പറഞ്ഞിട്ട് അയാളുടെ കൂടെ തന്നെ അങ്ങ് ജീവിക്കും. പക്ഷേ ഒരു സമയത്തുമ്പോൾ അവർക്ക് പറ്റൂല എന്ന് തോന്നുമ്പോഴത്തേക്കും എന്തെടുക്കും, ഒരു കയറൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് തൂങ്ങും. അപ്പൊ അതിലും ഭേദം എത്രയോ നല്ലതാണ് ഡിവോഴ്സ് ചെയ്തിട്ട് രണ്ടുപേരും രണ്ടു വഴിക്ക് പോയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ആരുടെ കൂടെ വേണമെങ്കിലും പോയി ജീവിക്കുക. ഇത് നിങ്ങളെ ഈ ബാക്കിയുള്ളവരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പലരും ഇത് ചെയ്യാത്ത കാണാതെ. ഈ ഡിവോഴ്സ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ പലരും ചെയ്യാത്ത. ഈ നാട്ടുകാരെന്ത് വിചാരിക്കും, ആ ഒരു സംഭവം വീട്ടുകാരെന്ത് പറയും, അതൊക്കെ ഓർത്തിട്ടാണ്. പക്ഷെ നിങ്ങളെ പറ്റിയൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. ഇപ്പൊ ഈ പുള്ളിക്കാരി അതിന് എത്ര പോസിറ്റീവായിട്ടാണ് ഡിവോഴ്സ് എന്ന് പറഞ്ഞ കാര്യത്തിനെ പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് മുന്നേ ഇപ്പൊ ഡിവോഴ്സ് ഇത്രയും പോസിറ്റീവായിട്ട് പറഞ്ഞ ഒരാളായിട്ട് എനിക്ക് തോന്നുന്നു സാമന്തയെ തോന്നുന്നു. സാമന്തയും ഇതേപോലെ തന്നെ ഡിവോഴ്സ് നടന്നപ്പോ അത് പുള്ളിക്കാരി നല്ല പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. ബാക്കിയുള്ളത്
കാരണം ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട് ചേച്ചിയുടെ കാര്യം അല്ല. അയ്യോ എന്താ ഇങ്ങനെ വെച്ചത്? അല്ല നീ കുറച്ച് ഓഫ് ആവുന്നുണ്ട്. എടാ സാരില്ല, divorce അല്ലേ ഉള്ളൂ. എന്നിട്ട് നീ ഇങ്ങനെ വിഷമിക്കാതെ കെട്ടാൻ പോകുന്നില്ല. നീ കെട്ടുന്നില്ലേ? ഇല്ല ഞാൻ കെട്ടുന്നില്ല. അപ്പൊ എന്തായാലും അർച്ചന പോയിട്ട് മറ്റേ ആങ്കറിനെ കെട്ടിപ്പിടിക്കലാണ്. അതായത് അർച്ചനയോ കരയല്ല, അപ്പൊ ആങ്കറെങ്കിലും കരഞ്ഞിട്ട് അത് വെച്ചിട്ട് തമ്മിൽ ഉണ്ടാക്കട്ടെ എന്നുള്ള രീതിക്ക്. അപ്പൊ അർച്ചനയോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ തന്നെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവള് കരയും, അതായത് പറഞ്ഞ് ഇമോഷണൽ ആയിട്ട് കരയും. അപ്പൊ അത് വെച്ചിട്ട് തമ്മിൽ ഉണ്ടാക്കാം ക്ലിക്ക് ബൈ തിങ്സ്. ഇപ്പൊ ചേച്ചി പറഞ്ഞല്ലോ ഇപ്പം പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇങ്ങനെ സംസാരിക്കാൻ താല്പര്യമില്ലെന്ന്. ബട്ട് എങ്ങനെയാണ് ഇതൊക്കെ ഓവർകം ചെയ്തത്? കാരണം ചേച്ചി പറഞ്ഞായിരുന്നു ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതെങ്ങനെ പേഴ്സണൽ കാര്യങ്ങൾ പറയാനായിട്ട് താല്പര്യമില്ല, പക്ഷെ എന്നാലും എങ്ങനെ ഓവർകം ചെയ്ത്, എങ്ങനെയായിരുന്നു അത് പേഴ്സണലായിട്ട് നിങ്ങൾ എങ്ങനെയാണ് അത് ഓവർകം ചെയ്തത്? ഇപ്പൊ ആങ്കർ പറയുന്നത്, അതായത് ഇപ്പൊ പറയുന്നതല്ല ആങ്കർ അടുത്ത സെക്കൻഡിൽ പറയുന്നത്. അപ്പൊ എന്തായാലും ഇതൊക്കെ ജസ്റ്റ് ഒരു റീച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടുകൾ മാത്രമാണ്. എല്ലാവരും ചെയ്യുന്നത് റീച്ചിന് വേണ്ടി തന്നെയുള്ള, അപ്പൊ അത് തന്നെ പുള്ളിക്കാരി ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു അർച്ചന ആ ഒരു പറഞ്ഞ രീതിയും കാര്യങ്ങളൊക്കെ കേട്ടോ. അതായത് ഒരു കാര്യം നമുക്ക് പല രീതിക്ക് പറയാം, പക്ഷെ പുള്ളിക്കാരി അത് അത്ര പോസിറ്റീവായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പൊ ആ ഒരു കാര്യത്തിനകത്ത് എനിക്ക് പുള്ളിക്കാരിയോട് ഹ്യൂജ് റെസ്പെക്ട് തന്നെയുണ്ട്. അപ്പൊ എനിക്ക് അത്രയാണ് ഇതിനെ പറ്റി പറയാനുള്ളത്. അപ്പൊ എന്താണ് ഇതിനെ പറ്റി നിങ്ങൾക്ക് പറയാൻ വീഡിയോയുടെ കണ്ടത്? അപ്പൊ ഇഷ്ടപ്പെട്ട എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവർക്ക്